ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇനി എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. തുല്യശക്തികളായ രണ്ട് രാജ്യങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ആദ്യം ആണവായുധം പ്രയോഗിക്കുക ആരെന്ന ചോദ്യമായിരുന്നു ഇത്രനാളും ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ലോകത്തെ ഭീതിയിലാഴ്ത്തി ആ നിമിഷവും എത്തിയിരിക്കുകയാണ്. ഇറാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതാണ് ഇസ്രായേലിന് നേർക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഒക്ടോബർ 5-നായിരുന്നു ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം രാവിലെ 10:45-ന് സെംനാൻ പ്രവിശ്യയിലെ അരാദാൻ കൗണ്ടിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ സൂചനയാണോ ഈ ഭൂകമ്പം? അതല്ല ഇസ്രായേൽ ഇറാന്റെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങൾ ഏതെങ്കിലും തകർത്തതാകാം എന്നിങ്ങനെ രണ്ട് വാദങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. 12 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് ടെഹ്റാൻ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഫിസിക്സിനെ ഉദ്ധരിച്ച് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒക്ടോബർ 1-ന് 150 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേലിന് നേരെയുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്നാണ് വിലയിരുത്തൽ. ഇതിന് മറുപടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് ഒരു ചെറിയ ഭീഷണി ആയിരുന്നില്ല. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് തന്നെയായിരുന്നു ആ വാക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഭൂചലനം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ആണവ ആക്രമണമായിരുന്നെങ്കിൽ ഇറാൻ അപ്പാടെ വെണ്ണീറാക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം മതിയെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല ഇസ്രായേൽ അപ്രഖ്യാപിത ആണവായുധ ശക്തിയായി ഇറാനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. 2015-ലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട്. 60% സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവേതര രാജ്യമാണ് ഇറാൻ. കൂടാതെ 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ അത്യാധുനിക നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. നിരവധി ചർച്ചകൾക്കും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ആണവായുധ വികസനത്തിന് ഇറാന് എത്രമാത്രം സാധിക്കും എന്നതിലാണ് ചർച്ചകളേറെയും നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത്രയേറെ രഹസ്യാത്മകമായിരുന്നു അവരുടെ പ്രവൃത്തികളും. ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും ആശങ്കകൾ ഉയർത്തിയിരുന്നു ഇത്രനാളും. എന്നാൽ ഇറാൻ ആണവശക്തിയാകുമോ എന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്നുമായിരുന്നു. ഇതിനെ ചെറുക്കാനുള്ള പല ശ്രമങ്ങളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ നയതന്ത്ര തലത്തിലെ ഇത്തരം നീക്കങ്ങൾക്കപ്പുറം ഇതിനെ നേരിടാനുള്ള ചില ആക്രമണങ്ങളും ഇസ്രായേൽ ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളാണ്. നാടാൻസ് ഉൾപ്പെടെ ഇറാന്റെ ആണവ സമ്പുഷ്ട നിലയങ്ങളിൽ നടന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. തങ്ങളുടെ പ്രതിരോധ വിദഗ്ധരും ശാസ്ത്രജ്ഞരുമൊക്കെ കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇസ്രായേലാണെന്ന് ഇറാൻ പല സമയങ്ങളിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് നാതാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 19,000 സെൻട്രിഫ്യൂജുകൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ വലിയ സൈബർ ആക്രമണ പരമ്പരകൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ സംഭവിച്ചത് ലോകശ്രദ്ധ നേടിയിരുന്നു. ഇസ്രായേലി ഇന്റലിജൻസ് സംഘടനകളുടെ പങ്ക് ഇതിൽ ആരോപിക്കപ്പെടുകയും ചെയ്തതാണ്. സ്റ്റക്സ്നെറ്റ് എന്നറിയപ്പെടുന്ന ഈ ബോംബിനെ പ്ലാന്റിന്റെ സൈബർ ശൃംഖലയിലേക്ക് കടത്തിവിട്ടാണ് ഈ ആക്രമണം നടത്തിയിരുന്നത്. ഇസ്രായേൽ ഭീഷണിയെ ചെറുക്കാനായി ഇടയ്ക്ക് ഭൂഗർഭ ആണവ കേന്ദ്രം നാതാൻസിൽ ഇറാൻ നിർമ്മിക്കുന്നെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നിരുന്നു. ഇറാൻ ആണവശക്തിയാകുന്നതിന്റെ പടിവാതിലിൽ നിൽക്കുന്ന രാജ്യമാണെന്നാണ് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ വിലയിരുത്തലുകൾ. ഇസ്രായേലിന്റെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നും പുകമറയിലുള്ളതാണ്. ഇവയുണ്ടെന്നോ ഇല്ലെന്നോ ഇസ്രായേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഇല്ല. പക്ഷേ ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ധർ ഇസ്രായേൽ ആണവശക്തിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തെ 9ാമത്തെ ആണവശക്തിയാണ് രാജ്യം. ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവയ്ക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ്. ബെഗിൻ ഡോക്ട്രിൻ എന്ന നിയമമനുസരിച്ച് തങ്ങളുടെ എതിരാളികൾക്കെതിരെയും ആണവായുധ ശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനും മുളയിലേ നുള്ളാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ശീലമാണ്. 1981 ജൂൺ 7-ന് ഇറാഖിലെ ഒസാറാഖിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിയപ്പെടുകയുണ്ടായി. ഇവിടെ ആണവായുധം വികസിപ്പിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു ഇത് ചെയ്തത്. 2018-ലാകട്ടെ സിറിയയിലെ അൽ കിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തിട്ടുണ്ട്. ഇസ്രായേലിന് 90 പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്നും 100 മുതൽ 200 വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നും ശക്തമായ അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധ നേടുന്ന തരത്തിൽ നടത്തിയിട്ടുമില്ല. യൂറോപ്പിലെ മറ്റ് ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ പരീക്ഷണം നടത്തിയെന്ന് വാദിക്കുന്നവരുമുണ്ട്. 1979-ൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേല സംഭവം ഇസ്രായേലിന്റെ ആണവായുധ പരീക്ഷണമാണെന്നും വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്.
ഇസ്രായേലിലെയും ഇറാനിലെയും പല ഹൈ പ്രൊഫൈൽ വ്യക്തികളും കൊല ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ആരോപിക്കാറുള്ളത് സ്ഥിരം കാഴ്ചയായിരുന്നു. ഇസ്രായേൽ ഇറാൻ ബന്ധത്തിലെ ഏറ്റവും വലിയ കരടുകൾക്കൊന്ന് കാരണമായത് റോൺ അറാദിന്റെ തിരോധാനമായിരുന്നു. 1986 ഒക്ടോബറിൽ ലെബനന് മുകളിലൂടെ സൈനിക വിമാനം പറപ്പിക്കുകയായിരുന്നു വ്യോമസേനാ ഉദ്യോഗസ്ഥനും പൈലറ്റുമായ അറാദ്. എന്നാൽ ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്തതിനെ തുടർന്നുണ്ടായ അപകടം മൂലം അറാദിന്റെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അറാദിന് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ലബനീസ് ഷിയ സംഘടനയായ അമാവലിയുടെ പിടിയിലായിരുന്നു പൈലറ്റ്. ഇസ്രായേലിൽ തടവിൽ കഴിയുന്ന 200 ലെബനീസ് 450 പലസ്തീൻ തടവുപുള്ളികൾക്ക് പകരം അറാദിനെ കൈമാറണമെന്ന് അമാൽ ഉടമ്പടി മുന്നോട്ട് വെച്ചെങ്കിലും ഇസ്രായേൽ ഇതിന് ഒരുക്കമായിരുന്നില്ല. തുടർന്ന് അറാദിനെ ഇറാന് കൈമാറുകയും ചെയ്തു. പിന്നീട് 2 വർഷത്തിനിടയ്ക്ക് ഇസ്രായേലിലേക്ക് 2 കത്തുകൾ അറാദ് എഴുതുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ 1988 മുതൽ അറാദിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അറാദിന് എന്ത് സംഭവിച്ചെന്ന് അറിയാനായി അന്നു മുതൽ ഇസ്രായേലി സേനയായ IDFും മൊസാദും വിവിധ ദൗത്യങ്ങൾ നടത്തി വരുന്നുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടിൽ അറാദ് 1988 തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് മൊസാദ് പ്രസ്താവിച്ചിരുന്നു. ഇസ്രായേലി ശതകോടീശ്വരനും രാജ്യത്തെ 4ാമത്തെ ധനികനുമായ ടെഡി സ്വാഗിയെ കൊല്ലാനായി ഒരിക്കൽ ഒരു വാടക കൊലയാളി സൈപ്രസിൽ എത്തിയെന്ന അഭ്യൂഹവും വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇറാനിലെ നിരവധി ആണവ ശാസ്ത്രജ്ഞരും സൈനിക ഓഫീസർമാരും മിലിറ്ററി ഓഫീസർമാരുമൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപണം ഉയർത്താറുമുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ അംഗമായ അലി കാമാനി, എയ്റോസ്പേസ് വിദഗ്ധനും പ്രതിരോധ മന്ത്രാലയത്തിലെ ജീവനക്കാരനുമായ മുഹമ്മദ് അബ്ദൂസ് തുടങ്ങിയവരുടെ മരണങ്ങൾ ഇത്തരം അഭ്യൂഹങ്ങൾ ഉയർത്തിവിട്ടവയാണ്. ഇവരെല്ലാം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നവരുമായിരുന്നു. ഇസ്രായേലിന്റെ ഈ മുൻകാല ചെയ്തികളെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഇപ്പോൾ വിറയ്ക്കുന്നതിന് പ്രധാന കാരണം ഇറാന്റെ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടാകാം എന്ന വിലയിരുത്തലുകളാണ്. ഒരുപക്ഷെ ഇസ്രായേൽ തങ്ങളുടെ ആണവായുധം തന്നെ പുറത്തെടുത്ത് ഈ കേന്ദ്രങ്ങളെ തകർത്തതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ഇറാൻ നേരിടാൻ പോകുന്നത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കായിരിക്കും. ഇറാൻ മാത്രമല്ല, പശ്ചിമേഷ്യ ആകെപ്പാടെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. അതിനിടെ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി ലഭിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള നൽകിയ തിരിച്ചടിയിൽ IDF ചീഫ് വാറന്റ് ഓഫീസർ അവീവ് മേഗൻ ലബനാൻ അതിർത്തിയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പറയുന്നത്. ഇന്ന് കൊല്ലപ്പെടുന്ന 2ാമത്തെ ഇസ്രായേൽ സൈനിക വക്താവാണ് അദ്ദേഹം. IDF തന്നെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ ലബനാൻ അതിർത്തിയിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് സൈനികൻ കൊല്ലപ്പെട്ടത്. നേരത്തെ മാസ്റ്റർ സർജന്റ് ഇറായ് അസൂലൈ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരുന്നതാണ്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേഗൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആക്രമണത്തിൽ മറ്റൊരു സൈനികന് കൂടി ഗുരുതരമായി പരിക്കേറ്റതായും പറയുന്നുണ്ട്.